വാദങ്ങൾ പൊളിഞ്ഞു. വാജിവാഹനം തന്ത്രിക്ക് കൈമാറുമ്പോൾ CPM അംഗവും ഉണ്ടായിരുന്നു. ദൃശ്യങ്ങൾ പുറത്ത്. അജയ് തറയിലിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ രാഘവനെയും ചോദ്യം ചെയ്യേണ്ടി വരും. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിന് പുകമറ തീർക്കാൻ മെനഞ്ഞ വാജിവാഹന വിവാദം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹനം 2017 തന്ത്രിക്ക് കൈമാറിയത് താൻ അറിയാതെയാണെന്ന് അന്നത്തെ ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന CPM അംഗം K രാഘവന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. രാഘവന്റെ വാദം പൊളിയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നത്. വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്ന അന്നത്തെ ചടങ്ങിൽ രാഘവനും പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 2017 ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനെയും കോൺഗ്രസ് പ്രതിനിധിയായ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലിനെയും കുടുക്കും വിധമായിരുന്നു ബോർഡിലുണ്ടായിരുന്ന CPM അംഗം K രാഘവന്റെ വെളിപ്പെടുത്തൽ വന്നത്. പഴയ കൊടിമരം മാറ്റിയപ്പോൾ അതിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത് 2012 ദേവസ്വം ഉത്തരവ് മറികടന്നായിരുന്നുവെന്നും രാഘവൻ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ അന്നത്തെ കൈമാറ്റ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ രാഘവനും വിനയാവുകയാണ്. പ്രയാറിനും തറയിലിനുമൊപ്പം രാഘവനും ചടങ്ങിലുണ്ട്. അന്നത്തെ കൈമാറ്റ ചടങ്ങിനെ സംശയിക്കുന്ന SIT ഇനി അജയ് തറയിലിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ രാഘവനെയും ചോദ്യം ചെയ്യേണ്ട സ്ഥിതിയാണ്. ഇതോടെ വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിലാണ് അന്വേഷണ സംഘവും രാഘവനും CPM-ഉം. രാഘവനെ SIT ചോദ്യം ചെയ്താൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കാലത്ത് രാഘവന് ലഭിച്ച വാഹനത്തിന്റെ ഉറവിട വിവാദം വീണ്ടും ഉയരുമോ എന്നും പാർട്ടിയും രാഘവനും ഭയപ്പെടുന്നുണ്ട്. ഇതിനിടെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് വാജിവാഹനം കൈമാറിയത് ഹൈക്കോടതിയെ അറിവോടെയാണെന്ന അഡ്വക്കേറ്റ് കമ്മീഷണറുടെ പഴയ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വാജിവാഹനം കൈമാറിയത് പാരമ്പര്യ വിധിപ്രകാരമാണെന്നും നടപടികൾ ഹൈക്കോടതിയുടെ അറിവോടെയാണെന്നുമാണ് റിപ്പോർട്ട്. എല്ലാം നടന്നത് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണെന്നാണ് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 2017 മാർച്ചിലാണ് ഇക്കാര്യം ഹൈക്കോടതി അറിയിച്ചത്. വാജിവാഹന കൈമാറ്റമടക്കം എല്ലാം ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ടെന്നും കൊടിമര നിർമ്മാണ പ്രവൃത്തി മാതൃകാപരമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചുവെന്നും അഡ്വക്കേറ്റ് കമ്മീഷണറുടെ പ്രവൃത്തിയെ പ്രശംസിച്ചുവെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അഷ്ടദിക്പാലകർ അടക്കം കൊടിമരത്തിന്റെ മറ്റു വസ്തുക്കൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരുന്നു. ഇത് തിരുവാഭരണം കമ്മീഷണറുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും സാന്നിധ്യത്തിലാണ് നടന്നത്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സീൽ ചെയ്താണ് ഇവ മാറ്റിയതെന്നും കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലായതിനു പിന്നാലെയാണ് കൊടിമരം മാറ്റിയതിലേക്കും വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തതിലേക്കും SIT അന്വേഷണം നീങ്ങിയത്. വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെടുത്ത് കോടതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് വാജിവാഹനം അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്.